ഇനി നമ്മളൊരു ഫിഷ് മസാലയുടെ റെസിപ്പി കാണിക്കാമെന്ന് പറഞ്ഞിരുന്നില്ലേ, അതിലേക്കുള്ള ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനെടുത്തിട്ടുള്ളത് കിങ് ഫിഷാണ്, അതായത് നമ്മുടെ നാട്ടിൽ ആവോലി എന്ന് പറയും. ഇത് ഞാൻ വലിയ പീസായതുകൊണ്ട് തന്നെ ഒന്ന് ചെറുതാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ ഭാഗത്തൊന്ന് പിടിക്കുന്നത് വരെ നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നത് വരെ ഇരിക്കട്ടെ. നമ്മൾ നേരത്തെ വേവാൻ വെച്ചിട്ടുണ്ടായിരുന്ന റൈസ് ഒന്ന് നോക്കുക. ഇത് പാകത്തെ വേവായി വന്നിട്ടുണ്ട്, ഒന്ന് ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഇനി നമുക്കിതൊന്ന് ഊറ്റാൻ വേണ്ടിയിട്ട് വെക്കാം. ആ സമയം കൊണ്ട് ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കുകയാണ്. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഉള്ളി ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാടി വരണം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളി, അതുപോലെ തന്നെ 2 പച്ചമുളക് കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു മാഗി ക്യൂബാണ്. ഇതാണ് ഇതിൻ്റെ ഒരു സീക്രട്ട് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. ഇത് ചേർത്തത് തന്നെ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ റൈസിന്. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ള ഗരം മസാല ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ കുറച്ച് വലിയ ജീരകം പൊടിച്ച് വെച്ച അതിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഈ മസാല ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ചിരുന്നു. അത് നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് ഏകദേശം ചെറിയൊരു പേസ്റ്റ് രൂപത്തിലായി വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ലെമൺ ജ്യൂസാണ്. 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ മസാലയുടെ പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾക്ക് നമുക്ക് നേരത്തെ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്ന റൈസ് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ ദമ്മിടുന്ന ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഗരം മസാലയും അതുപോലെ തന്നെ കുറച്ച്
നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. കൂടുതൽ പൊടികളുടെ ആവശ്യമൊന്നുമില്ല. നമ്മൾ നേരത്തെ ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പോൾ തന്നെ അത്യാവശ്യം പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു മുളകാണ്. മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം തക്കാളി ഉള്ളിയൊക്കെ നല്ല പേസ്റ്റ് രൂപത്തിലായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഫിഷ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. ഫിഷൊക്കെ ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഒന്നൊരു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗരം മസാല ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 1/2 ടീസ്പൂണ് ലെമൺ ജ്യൂസ് നേരത്തെ ഉണ്ടാക്കി വെച്ചതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഫിഷ് ഒന്ന് ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ ഫിഷ് മസാലയും നമ്മുടെ മസാല റൈസും ഒക്കെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. തുറന്ന് നോക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ നമുക്കിത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം.